ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ പറയുന്ന കാര്യം പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത കാര്യമാണ്. എന്നാലും ഞാൻ മാക്സിമം പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ നോക്കാം, ബോറടിപ്പിക്കാണ്ട്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കാണുമ്പം അത് പറയണം തന്നെ തോന്നുന്നുണ്ട്. ഒളിച്ചോട്ടത്തിൻ്റെയാണ്, പണ്ടേ ഉള്ളതാണ്, ഇപ്പോഴും ഡെയിലി ഒളിച്ചോട്ടം തന്നെ ഒളിച്ചോട്ടം. ഇപ്പോൾ കല്യാണം കഴിക്കുന്നതിന് ഒരു ഗ്യാരണ്ടി ഇല്ല എന്ന് വേണം പറയാൻ. ഞാൻ പറയുന്നത് ശരിക്ക് കല്യാണം ഇത്രയും ആർഭാടായിട്ട് കഴിക്കാണ്ടിരിക്കുന്നത് നല്ലത്. ഭയങ്കര നഷ്ടമല്ലേ? ഒരു രജിസ്റ്റർ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്ത് അമ്പലത്തിൽ നിന്ന് മാലയിട്ട് വന്നു കഴിഞ്ഞാൽ അത്രയും നഷ്ടം ഒഴിവാക്കുക. കാരണം എന്ന് പറഞ്ഞാൽ കല്യാണത്തിന് ഇപ്പം ഗ്യാരണ്ടിയേ ഇല്ല. ഒരു വർഷം ചിലവർ ഒരു വർഷമാകുമ്പോൾ ഡൈവേഴ്സാന്ന്, ചിലവർ കൊച്ചുങ്ങൾ ആയിട്ട് ഡൈവേഴ്സാന്ന്, അങ്ങനെയൊക്കെ അന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒളിച്ചോടിയ എപ്പോഴും ഒളിച്ചോടുമ്പോൾ രണ്ടുപേരല്ലേ ഒളിച്ചോടുന്നത്, ഒരു ചെറുക്കനും ഒരു പെണ്ണും അല്ലേ. പക്ഷേങ്കിൽ എപ്പോഴും കേൾക്കുന്നത് പെണ്ണിനെ കുറ്റം പറയുന്നതാണ്. ഞാനങ്ങനെ പെണ്ണിൻ്റെ ഭാഗം പിടിക്കുന്നതെന്നല്ല, പക്ഷേങ്കിൽ പെണ്ണിനെ മാത്രം കുറ്റം പറയാൻ പാടില്ലല്ലോ. അപ്പോൾ ഒളിച്ചോടിപ്പോയവരോട് സംസാരിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ എനിക്ക് ഒരാളെ നല്ലോണം അറിയുന്ന ആൾ മറ്റേ ആളെ ഒരു പരിചയപ്പെട്ടത്, അങ്ങനെ ഡയറക്റ്റ് ഞാൻ സംസാരിച്ചിട്ടുണ്ട് രണ്ട് പേരോട്. അപ്പോൾ അതുകൊണ്ട് പറയുന്ന ഒന്ന് സംസാരിച്ചാൽ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒളിച്ചോടിപ്പോയതിന് ശേഷം അവൾക്ക് ഭയങ്കര പശ്ചാത്തലമായിരുന്നു. വരണ്ടാന്നുള്ള തോന്നലായിരുന്നു. ഒളിച്ചോടിയിട്ട് വരണ്ടായിരുന്നു. വേറെ ഡൈവേഴ്സ് ആക്കിയിട്ട് തനിയെ താമസിച്ചാൽ മതിയായിരുന്നു. കൊച്ചിനെയും കൊണ്ട് തനിയെ താമസിച്ച് ജോലി ചെയ്ത് ജീവിച്ചാൽ മതിയായിരുന്നു. ജോലിയുള്ള കുട്ടിയാണ്. അപ്പം അങ്ങനെ മതിയായിരുന്നു, ഇങ്ങനെ വരണ്ടായിരുന്നു എന്നുള്ള തോന്നലാണ് ആ കൊച്ചിനുണ്ടായത്. അങ്ങനെയുള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇവരെ കോമൺ കാരണം എന്നാന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്, ഇവരെ രണ്ടുപേരും ഇവരോട് ഒരു കെയറിങ് ഇല്ല, ഒരു ഇഷ്ടമില്ല, ഇവരൊരു വിലയില്ലാത്ത പോലെ പെരുമാറുക. അപ്പോൾ പെൺകുട്ടികളായാലും അവർക്കൊരു മനസ്സുണ്ടാവില്ലേ, അവർക്ക് ആ മനസ്സ് ഭയങ്കരമായിട്ട് വേദനിക്കൂലേ. അപ്പോൾ പണ്ടത്തെ കാലമല്ല, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഡൈവേഴ്സാക്കി വീട്ടിൽ നിന്നാൽ എങ്ങനെയായാലും വീട്ടുകാർ ആദ്യമൊക്കെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പിന്നെ നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ വിലയുണ്ടാവില്ല. അങ്ങനെയൊക്കെ മുൻകൂട്ടി അറിയുന്നൊരു തലമുറയായിരുന്നു എൻ്റെയൊക്കെ തലമുറ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് നമ്മൾ തന്നെ സോൾവ് ചെയ്ത് പോകും. നമ്മൾ അടുത്ത സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ അല്ലെങ്കിൽ വീട്ടുകാരോടോ ഒന്നും പറയാണ്ട് നമ്മൾ തന്നെ അതിൻ്റെ പരിഹാരം കണ്ടെത്തി നമ്മൾ മുന്നോട്ടേക്ക് പോയി വരുമ്പോൾ അത് ഒരു ലെവലിൽ നല്ല രീതിയിൽ പോകേണ്ട രീതിയാവും ഒരുപാട് പേർക്ക്. അതുകൊണ്ടാണ് പണ്ട് ഇത്രയും ഒളിച്ചോട്ടവും ഇത്രയും ഡൈവേഴ്സൊന്നും ഇല്ലാതിരുന്നത്. ഇപ്പോൾ കൂടുതലാണെന്നല്ലേ എല്ലാവരും പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇല്ലാണ്ടിരുന്നത്. അതുപോലെയായിരുന്നു നമ്മളെ ഒക്കെ വളർത്തിക്കൊണ്ടുവന്നത്. നമ്മൾ എൻ്റെയൊക്കെ ജനറേഷനിൽ ഇപ്പം എല്ലാ വീട്ടിലും അങ്ങനെ ആയിരിക്കില്ല. എൻ്റെയൊക്കെ വീട്ടിൽ നമ്മളെപ്പോഴും കേൾക്കുന്നത് പഠിച്ച് ഒരു ജോലിയാക്കണ അതൊക്കെ പറയുന്നുണ്ടെങ്കിലും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവിൻ്റെ വീട്ടിൽ പോകുന്നതും അവിടുത്തെ ആൾക്കാരോട് സഹകരിച്ച് നിൽക്കുന്നതും ഭർത്താവിനോട് സഹകരിച്ച് നിൽക്കുന്നതും എങ്ങനെയാണ് നമുക്ക് മുന്നോട്ടേക്ക് നല്ല രീതിയിൽ പോകാൻ പറ്റുന്നത്, അതൊക്കെയാണ് നമ്മൾ കേട്ട് വളരുന്നത്. അപ്പോൾ അതിനുള്ളൊരു ട്രെയിനിങ് നമ്മൾ അറിയാണ്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ പഴയ തലമുറയിൽ, പുതിയ തലമുറയിൽ ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള സംസാരങ്ങളെ കുട്ടികൾ കേൾക്കുന്നുമില്ല. അതും പറയണം, അങ്ങനെ കേൾക്കുന്നുമില്ല. അതെല്ലാം കൊണ്ടായിരിക്കും കൂടുതലും. അപ്പോൾ വിഷയത്തിലേക്ക് വരാം. ഞാൻ പറയുന്നത് അനിയന്മാരെല്ലാം ഇപ്പം കുറേ ആൾക്കാർ കല്യാണം കഴിച്ചിട്ടുണ്ടാവും. ചേട്ടന്മാരോടും പറയുന്നത്, കല്യാണം കഴിച്ച് കൊച്ചുങ്ങളെല്ലായ ചേട്ടന്മാരോട് നിങ്ങൾ ദയവായിട്ടൊന്ന് ശ്രദ്ധിച്ചോട്ടാ. എന്താ വെച്ചാൽ നിങ്ങളിലെ ആരെ ഭാര്യമാരും എപ്പോൾ വണ്ടി ഒളിച്ചോടാന്ന് നിങ്ങൾ ഉറപ്പിച്ച് വെച്ചോ. എന്താ വെച്ചാൽ ഞാൻ അറിയുന്ന ഒളിച്ചോടിപ്പോയ രണ്ട് കൊച്ചുങ്ങളും പൂച്ചകളായിരുന്നു. നല്ല അച്ചടക്കത്തിൽ വളർന്ന, നല്ല കുടുംബത്തിൽ വളർന്ന നല്ല കൊച്ചുങ്ങളായിരുന്നു. അതുങ്ങൾ രണ്ടാളും ഒളിച്ചോടിപ്പോയതിന് കാരണം അതുങ്ങളെ ഹസ്ബൻഡ് തന്നെയാണ്. അപ്പോൾ പണ്ടത്തെ ആൾക്കൊരു വിചാരമുണ്ട്, കല്യാണം കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്നാൽ ഇനിയിപ്പോൾ എൻ്റെതായില്ലേ, ഞാൻ താലി കെട്ടി കല്യാണം കഴിഞ്ഞ് ഇനി പേടിയും പോകില്ല, എന്തും പറയാമെന്നില്ലേ. ആ കാലമെല്ലാം കഴിഞ്ഞ് മക്കളെ, എന്ത് പറഞ്ഞാലും കേട്ട് നിൽക്കുന്ന പെൺകൊച്ചുങ്ങളെ കാലം കഴിഞ്ഞു പോയി. ഇനി അങ്ങനെ കൊച്ചുങ്ങൾ നിൽക്കൂല.
പ്രധാനമായിട്ട് ഇപ്പോൾ എല്ലാ കൊച്ചുങ്ങളെന്ന് പറയുന്നത് കല്യാണം വേണ്ട. എന്തുകൊണ്ടാണ് വേണ്ടതെന്ന് പറയുന്നത്, എന്തിനാന്ന് പിന്നെ ഒരു സ്വാതന്ത്ര്യമില്ല. എവിടെ പോകുമ്പോൾ നമുക്ക് പിന്നെ ചോദിക്കണം. അത് പിന്നെ ചോദിക്കേണ്ടതെല്ലാം നോർമലായി ചോദിക്കേണ്ടത് തന്നെയാണ്. അത് മാത്രമല്ല എല്ലാത്തിനും റെസ്ട്രിക്ഷനാണ്. ഭയങ്കര നമുക്ക് ഒറ്റ സ്വാതന്ത്ര്യമില്ല. അങ്ങനെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച് ജോലി ചെയ്ത് നമ്മൾ ശമ്പളം മേടിച്ച് നമ്മൾ ആദ്യം ഒന്ന് എൻജോയ് ചെയ്ത് ജീവിക്കട്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് കല്യാണം വേണം തോന്നും പറയാം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഞാൻ ഇവരോട് സഹോദരന്മാരോടായിട്ട് ഞാൻ പറയുന്നൊരു കാര്യം, ഒളിച്ചോട് പോകാണ്ടിരിക്കാൻ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ 99% അല്ലെ 100% തന്നെ പറയാം പോവില്ല. അങ്ങനെയില്ല അവർക്ക്. ഇപ്പം നിങ്ങളെ ഭാര്യ ഇങ്ങനെയാണോ, ഞാൻ പറയുന്ന പോലെയാണോ, എന്നാൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് മാറി നോക്കുക, അവർ ഒളിച്ചോടി പോവില്ല. കാരണം എന്ന് പറഞ്ഞാൽ എനിക്കറിയുന്ന കുട്ടിയെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ, ഞങ്ങൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ അവളെ കല്യാണം കഴിഞ്ഞാൽ അപ്പോൾ എത്ര കൊച്ചാണെന്നുള്ളു, പക്ഷേ ഞങ്ങളെക്കാൾ ഒരു വയസ്സ് കൂടുതലാണ് അവൾക്ക്. അപ്പോൾ ഫസ്റ്റ് ഇയറിന് പഠിക്കുമ്പോൾ അവളെ കല്യാണം കഴിഞ്ഞു. പിന്നെ ഗവൺമെൻറ് ജോലിയിലുള്ള ആളാണ് അവളെ കെട്ടിയത്. അപ്പോൾ നല്ലോണം പഠിക്കുന്ന കൊച്ചായിരുന്നു. പിന്നെ 10th ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു, ഡിസ്റ്റിങ്ഷൻ ഇല്ല, ഫസ്റ്റ് ക്ലാസ് 10th ഉണ്ടായിരുന്നു. പിന്നെ പക്ഷേങ്കിൽ ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ പ്രീ ഡിഗ്രിക്ക് ഫെയിലാകുന്ന ഒരു സംഭവം ഉണ്ടായിന്. എൻ്റെ ജനറേഷനിൽപ്പെട്ടവർക്ക് അറിയായിരിക്കും. അതേ സമയത്ത് പ്രൈവറ്റിൽ പോയാൽ ഇങ്ങനെ സാധാരണ പഠിക്കുന്ന കുട്ടികളുണ്ടാവില്ലേ, നല്ല പഠിപ്പിച്ചിട്ടൊന്നല്ലാതെ അങ്ങനത്തെ കുട്ടികൾ പ്രൈവറ്റ് കോളേജിൽ പോയിട്ട് പ്രീ ഡിഗ്രി പാസ്സാവും. പിന്നെ ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ്സും കിട്ടിയ കുട്ടികൾ ഗവൺമെൻറ് കോളേജിൽ പോയിട്ട് പ്രീ ഡിഗ്രി തോക്കുന്ന ഒരു സാഹചര്യമാണ് ആ കാലഘട്ടത്തിലുണ്ടായത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെക്കാളും ഒരു വയസ്സ് സീനിയറായിരുന്നു ആ കുട്ടി. അപ്പോൾ ഇപ്പം അത് കാരണമാണ് ഞങ്ങളുടെ കൂടെ വന്നത് ആ കുട്ടി ഡിഗ്രിക്ക്. അതുകൊണ്ടാണ് ഞങ്ങളുടെ കൂടെ വന്നത്. ഞാൻ പറയുന്നത്, ഞാൻ അത്രയും അച്ചടക്കമില്ലേ കൊച്ചിനെ അപൂർവമായിട്ട് കണ്ടില്ല. ഞാൻ കാണുമ്പോൾ എന്താ വെച്ചാൽ അമിതമായിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് വർത്തമാനം പറയുമോ ചിരിക്കോ പിന്നെ അങ്ങനെയൊന്നുമില്ല. ഒരു ഒതുങ്ങിക്കൂടുന്നുണ്ട്. ഇപ്പം ഞാനൊക്കെ നല്ല തുറന്ന് സംസാരിക്കുന്ന, നല്ലോണം ചിരി വന്നാൽ നല്ലോണം അങ്ങ് ചിരിക്കുന്ന, അങ്ങനെ എൻ്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. എനിക്ക് സന്തോഷം വന്നാൽ ഞാൻ നല്ലോണം സന്തോഷിക്കും. പിന്നെ സങ്കടം വന്നൊക്കെ അങ്ങനെ. അവളങ്ങനെയൊന്നുമല്ല. എല്ലാത്തിനും ഒരു ഒതുക്കം. ആരും പറയില്ല അവളൊന്ന് ഒളിച്ചോടി പോയി എന്നിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ സ്വപ്നം കാണുമെന്നോ അത്ഭുതമായിരുന്നു എനിക്ക് അവൾ പോയി എന്ന് പറയുമ്പോൾ. അപ്പോൾ അത്രയും നല്ല കുടുംബത്തിലെ കൊച്ചുമായിരുന്നു. നല്ല ആ വീട്ടുകാരിൽ ആരും ഒന്നും അങ്ങനെ ഒരു മോശം പറയാതെ നല്ല കുടുംബത്തിലെ കൊച്ചുമായിരുന്നു കേട്ടോ. അപ്പോൾ അവളെ പെണ്ണാണ് വന്നപ്പോൾ ആ സമയത്തൊക്കെ ഗവൺമെൻറ് ജോലി ഇപ്പോഴത്തേനേക്കാളും ആ സമയത്ത് ഒരു ഗവൺമെൻറ് ജോലിക്കാരനെ കെട്ടിച്ചു വിടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര എല്ലാവരും ഒരു എന്താ പറയുക, എല്ലാവർക്കും അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഒരു ഗവൺമെൻറ് ജോലിക്കാരനെ കിട്ടുകയെന്ന് പറഞ്ഞാൽ പിന്നെ എത്ര പഠിക്കുന്ന കുട്ടിയാണെങ്കിലും അതിൻ്റെ വിദ്യാഭ്യാസവും കാര്യങ്ങളും ഒന്നും നോക്കാണ്ട് ആൾക്കാരെ കെട്ടിച്ചു വിടുന്ന സമയമായിരുന്നു. പക്ഷേങ്കിൽ ഇവളെ പിന്നെ അച്ഛനും അമ്മയ്ക്ക് നല്ല വിദ്യാഭ്യാസമുള്ളതും നല്ല ഇങ്ങനെ എല്ലാവരോടും ഇപ്പം എൻ്റെ അമ്മയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പെണ്ണാണ് വന്നവരോടൊന്നും പിന്നെ അവരോട് തന്നെ ഭയങ്കരമായിട്ട് സംസാരിക്കാനെല്ലാം അങ്ങനെ കുറച്ചൊരു മടി പോലെയല്ല. അച്ഛനും ഏട്ടനെല്ലാം സംസാരിക്കും. പക്ഷേങ്കിൽ അവളത് അമ്മ തന്നെ നേരിട്ട് സംസാരിക്കും അവരോടൊക്കെ. അച്ഛൻ വീട്ടിലില്ലെങ്കിൽ അമ്മ തന്നെ നല്ല രീതിയിൽ അവരോടൊക്കെ സംസാരിക്കും. അങ്ങനെ നല്ല ഒരു അമ്മയാണ്. അപ്പോൾ പെണ്ണാണ് വന്നപ്പോൾ തന്നെ പിന്നെ അവരോട് പറഞ്ഞു, ഇവളിങ്ങനെ നല്ലോണം പഠിക്കുന്നതാണ്, 10th ഫസ്റ്റ് ക്ലാസ് ഉണ്ടായി. അപ്പോൾ ഇപ്പം ഡിഗ്രി ഫസ്റ്റ് ഇയറിലേ ആയുള്ളൂ. അപ്പോൾ പിന്നെ ഇവളെ പഠിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ കല്യാണം കഴിച്ച് വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു പിന്നെ നമ്മൾ പഠിപ്പിക്കാൻ തയ്യാറാണ്, പിന്നെ കല്യാണം കഴിഞ്ഞാലും പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇവർക്ക് വേറെ ഒന്നും നോക്കണ്ട, നല്ല കുടുംബം എല്ലാം അന്വേഷിച്ചപ്പോൾ എല്ലാം നല്ലത്. അപ്പോൾ പഠിപ്പിക്കുകയാണെങ്കിൽ പിന്നെ കെട്ടിച്ചു വിടാമെന്നില്ലെങ്കിൽ ഇവരെ ഓക്കെ പറഞ്ഞു. അങ്ങനെ കല്യാണത്തിന് ഞങ്ങൾ പോയി. അപ്പോൾ ഇവളെ വീട് എന്ന് പറഞ്ഞാൽ മെയിൻ റോഡ് സൈഡിന് ഇല്ല വീടാണ്. പിന്നെ അപ്പോൾ ഞങ്ങൾ ഇവളെ കൊണ്ടുവിടാൻ പോയപ്പോൾ അവിടെ കണ്ടത് ഒരു കാട്ടുമൂലക്ക് ഒരു വീട്. അത് പണ്ടത്തെ കുഞ്ഞി വീടില്ലേ, ചെറിയ വീട്, കുഞ്ഞു റൂമെല്ലാം ഒരു ഹോള്, നമ്മളിങ്ങനെ കൊട്ടില പടിഞ്ഞിട്ടൊക്കെ എന്നെല്ലാം പറയും നമ്മളെ കണ്ണൂർ അങ്ങോട്ട്, അതുപോലത്തെ ഒരു കുഞ്ഞു വീട് കേട്ടോ. ആ ബെഡ്റൂമെല്ലാം പറഞ്ഞാൽ ഭയങ്കര ഇടുങ്ങിയത്. ആ കട്ടിൽ എന്ന് പറഞ്ഞാൽ 2 പേർക്ക് മാത്രം കിടക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു കട്ടിലും ഒരു കുഞ്ഞു റൂം, അത്രയേ ഉള്ളൂ. ഒരു ഷെൽഫും വെച്ച് ഒരു കട്ടിലും വെച്ച് അങ്ങനെ നാടും അങ്ങനെ ഒരു എന്താ പറയണ്ട കാട്ടുമൂല, വീടും അങ്ങനത്തെ. അപ്പോൾ അവിടെ എത്തുമ്പോൾ തന്നെ ഇവിടെ മുകളിലൊരു മങ്ങുന്ന പോലെയുണ്ട്. എന്താ വെച്ചാൽ നമുക്ക് അങ്ങനെ ഒരു റോഡ് സൈഡല്ല പറയുന്നത്, നമുക്കൊരു തെളിച്ചുമില്ല, ഒരു നാടൊന്നുമല്ല. അപ്പോൾ അവളെത്തിയിട്ട് പിന്നെ കല്യാണം കഴിഞ്ഞ് പിന്നെ അന്നേരം ഒന്നും കോണ്ടാക്റ്റ് ഇല്ലല്ലോ.
പിന്നെ ഒരു ദിവസം നമ്മൾ വിളിച്ച് ഇവള് കുറച്ച് കഴിഞ്ഞ് കോളേജിൽ വരൂലേ, ഒരാഴ്ച 2 ആഴ്ച 1 മാസം കഴിഞ്ഞ് ഇവള് ക്ലാസ്സിന് വരൂലേ എന്ന് വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് വരുന്നില്ല. അപ്പോൾ ആ ലാൻഡ് ഫോൺ കിട്ടിയ സമയമായിരുന്നു കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമ്മൾ കൂട്ടുകാരികൾ വിളിച്ചു നോക്കി. വിളിച്ചപ്പോൾ അവൾ തന്നെ എടുത്തു അവരെ വീട്ടിൽ, അവളെ ഭർത്താവിൻ്റെ വീട്ടിൽ. അപ്പോൾ എടി നീ ക്ലാസ്സിന് വരുന്നില്ലേ, നീ പഠിക്കാൻ വരുമെന്ന് പറഞ്ഞിട്ടില്ലേ, വരുന്നില്ലേന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറയാന്ന്, എടി എന്നോട് ക്ലാസ്സിനൊന്നും പോകണ്ടെന്നാണ് പറയുന്നത്, എക്സാം എഴുതിയാൽ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ BA ഹിസ്റ്ററിയാണ്. അപ്പോൾ അത് വീട്ടിൽ നിന്ന് പഠിച്ചാലും പഠിക്കുന്ന കുട്ടിക്ക് നല്ല കഴിവില്ല, ഇവളെ നല്ല ബുദ്ധിയിൽ കുട്ടിയിലെ പഠിക്കാൻ കഴിവില്ല കുട്ടിയില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് പഠിച്ചാലും എഴുതാൻ പറ്റാണ്ടൊന്നുമില്ല. അപ്പോൾ അവളോട് പറഞ്ഞു പോകണ്ട, എക്സാം മാത്രം എഴുതിയാൽ മതി എന്ന് പറഞ്ഞു തന്നു. അപ്പോൾ ആദ്യമൊന്നും പറഞ്ഞിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മളെ എക്സാമിൻ്റെ ഫോമെല്ലാം പൂരിപ്പിച്ച് കൊടുക്കാനായി. അപ്പോൾ ഇവളെ ക്ലാസ്സിലേക്ക് വന്നു. എടി നിങ്ങൾ പോകുമ്പോൾ ഞാനും വരുന്നുണ്ട്, ഞങ്ങളിവിടെ പോയി ഫോമൊക്കെ പൂരിപ്പിച്ച് കൊടുത്ത്. അപ്പോൾ അവളെ കൂടെ അവളെ ഹസ്ബൻഡ് വന്നിരുന്നത്. നല്ലൊരു സാധാരണ ഒരു മനുഷ്യൻ, അങ്ങനെ നല്ല ഇങ്ങനെ ഇതൊന്നുമല്ല. അയാളെ ജോലീൻ്റെ ഇത് വെച്ചാൽ നിങ്ങൾ അയാൾ ഭയങ്കര ഗെറ്റപ്പിൽ വരേണ്ട ആളാണ്. പക്ഷെ അങ്ങനെ ഗെറ്റപ്പൊന്നുമില്ല, ഇന്നൊന്നും ചെയ്തിട്ടില്ല. നമ്മളെല്ലാം നേരം പാൻറ് ഷർട്ട് തൊട്ട് ഇൻസൈഡ് ചെയ്ത ആളെല്ലാം നമ്മളൊരു ഭയങ്കര ഒരു ഇത് തോന്നുക. അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. സാധാരണക്കാരൻ എന്ന് പറയില്ലേ, അങ്ങനെയില്ല. നല്ല മനുഷ്യൻ നമ്മളോടെല്ലാം സംസാരിച്ചു. എന്നിട്ട് അവളോട് പറഞ്ഞു, നിൻ്റെ കൂട്ടുകാരിക്ക് നിൻ്റെ കൂട്ടുകാരികൾക്കെല്ലാം നിൻ്റെ വക പാർട്ടി കൊടുക്കണ്ടേ, കല്യാണം കഴിഞ്ഞിട്ട് പാർട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരെയും, നമ്മളെ ഒരു 6-7 ആളുണ്ട്, നമ്മളൊരു ബെഞ്ചിലിരിക്കുന്നവർ. അപ്പോൾ എല്ലാവരും കൂടി നമ്മൾ ഐസ്ക്രീം പാർലറിൽ കൊണ്ടുപോയി നമുക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു തന്നു. നല്ല സംസാരം, നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. സാധാരണ ഒരു പാവത്താനാന്നല്ലേ നമ്മളെല്ലാവരും തമ്മ പറഞ്ഞു. അപ്പോൾ അങ്ങനെയായിരുന്നു ആ സമയത്ത്. എന്നിട്ട് പിന്നെ ഒരു തവണ ഇതുപോലെ ലാൻഡ് ഫോണിൽ അവളെ വിളിച്ചപ്പോൾ, എടി നമ്മളിങ്ങനെ കൂട്ടുകാരൊക്കെ ചോദിക്കില്ല, എടി എന്തുണ്ട്, നല്ലത് തന്നെയാണ് അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയുന്നത്, എവിടെയൊക്കെ കറങ്ങാൻ പോയി എന്നൊക്കെ കൂട്ടുകാരികൾക്ക് ചോദിക്കുമല്ലോ. അപ്പോൾ അവൾ പറഞ്ഞു, എടി എവിടെയും പോയില്ല, ഇങ്ങോട്ടും പോകുന്നില്ല, ഞാനിവിടെ ഇരുന്ന്